ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പം ചിക്കൻ്റെ ലിവർ മേടിച്ച കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം അച്ഛന് ചിക്കൻ്റെ ലിവർ ഭയങ്കര ഇഷ്ടമാണ്. ലിവർ റോസ്റ്റ് അച്ഛൻ നന്നായിട്ട് വെക്കുകയും ചെയ്യും. നല്ല റെസിപ്പിയാണ് അതിൻ്റെ. അപ്പം ഇന്നത് അച്ഛൻ തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇന്ന് വെക്കുമ്പോൾ നിങ്ങളെ കൂടെ അതിൻ്റെ റെസിപ്പി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വീഡിയോ മിസ്സാവാതെ കാണണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മിസ്സാവാതെ നിങ്ങൾ കാണണം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണണം. അപ്പം നമുക്ക് സമയം കളയാതെ വെച്ചാലോ? ബാ. അപ്പം നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത്രയും വലുതാക്കി അരിഞ്ഞിരിക്കുന്നത് നമ്മളിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ബൗളിലാക്കി പേസ്റ്റ് പരുവാക്കി എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം, അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ചേർക്കാം, സാധാരണ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ ചേർക്കാം, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുരുമുളക് പൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകം കൂടെ ചേർക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാല ഒക്കെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് വെള്ളം കൂടെ, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സ് എല്ലാം കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം അരഞ്ഞ് വരണം, എങ്കിലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കൊരു പാൻ അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മസാല അരച്ച് വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 700 ഗ്രാമോളം ലിവറാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ലിവർ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം, എങ്കിലേ നമ്മുടെ മസാലയൊക്കെ ലിവറിലേക്ക് ശരിക്കും പിടിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നല്ലോണം ഒന്ന് അത് മിക്സ് ആക്കിയിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ്റെ ലിവർ പെട്ടെന്ന് വേവുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു 20 മിനിറ്റ് മാക്സിമം മതിയായിരിക്കും വേവാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലിവർ ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ബാക്കി സമയം കൊണ്ട് നമുക്ക് വേവിക്കാനായിട്ട് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ ലിവർ നല്ലോണം വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ്റെ ലിവർ സൈഡിലേക്കൊന്ന് മാറ്റിയെടുത്ത് വെക്കാം. ഇതുപോലെ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ലിവറിലേക്ക് ആ മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാൻ ചൂടാകാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലിവർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് തട്ടി കൊടുക്കാം നമുക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കടുക് പൊട്ടിച്ചതൊക്കെ നമുക്ക് എല്ലാം ഒന്ന് മിക്സായി വന്നോളും. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ തീരെ പൊടിയല്ല, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണത്. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ ലിവറിൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് വെക്കാം, കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ലിവർ കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വറ്റി നല്ല റോസ്റ്റ് വരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഞാനിവിടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്, കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ചപ്പാത്തിയുടെ ഇച്ചിരി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആ കുരുമുളകിലൊക്കെ ടേസ്റ്റ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് എരിവെന്ന് പറയാനൊന്നുമില്ല, നോർമൽ എരിവേ ഉള്ളൂ. പക്ഷെ മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേവിച്ചായിരുന്നല്ലോ. ലിവറാണെങ്കിൽ നല്ലോണം വന്നിട്ടുണ്ട്. കുറച്ച് ചോറിൻ്റെ കൂടെ നോക്കാം. ചോറിൻ്റെ അടിപൊളി. ചോറിൻ്റെ സൂപ്പർ. എനിക്ക് ചപ്പാത്തിയുടെ കൂടുതൽ ഇഷ്ടപ്പെട്ട ചോറിൻ്റെ കൂടെയാണ്. കുറച്ച് മോരുകറിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളി. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഐറ്റമാണ്, നല്ല മസാലയാണ് അതിൻ്റെ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.